രാജ്യാന്തര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന KP നമ്പൂതിരീസ് പിങ്ക് മിഡ്നൈറ്റ് റൺ ഇന്ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ രാത്രി 9-നാണ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന്റെ 4ാം എഡിഷൻ ആരംഭിക്കുക. KP നമ്പൂതിരീസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസേഴ്സ്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, ആൻമേരി എന്നിവർ ചേരുകയാണ്. ആദ്യം ലിഡിയയിലേക്ക്. ലിഡിയ, എല്ലാം സെറ്റാണെന്ന് കരുതുന്നു. അവിടെ പിങ്ക് മിഡ്നൈറ്റ് റൺ അത് 9 മണിക്കാണ് ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് നടക്കുക. എത്രമാത്രം ആളുകൾ ഇതിനോടകം ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്? വലിയ ജനപങ്കാളിത്തം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം 9 മണിയോടെ നമ്മുടെ ഓട്ടം ആരംഭിക്കും. അതിനു മുൻപ് 8 മണിയോടെ നമ്മുടെ കലാപരിപാടികൾ, സംഗീത സന്ധ്യ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കും. വലിയ ജനപങ്കാളിത്തം, വലിയ വനിതാ പങ്കാളിത്തം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2000-ലധികം ആളുകൾ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യവും അതുപോലെ തന്നെ വലിയ പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പോട്ട് രജിസ്ട്രേഷനായി ഏകദേശം 2000-ഓളം ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ മറ്റ് രജിസ്ട്രേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ജനപങ്കാളിത്തം തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. എവിടുന്നാ? കടവന്ത്ര. ആദ്യമായിട്ടാണോ വരുന്നത്? റെഡി ആയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ വരുന്നത്. ആദ്യമായിട്ട് വരുന്നതാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇപ്പൊ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചേച്ചി ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിഡ്നൈറ്റ് റണ്ണിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചത്? അതൊരു ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ്. റെഡിയായി അപ്പൊ ഓടാൻ? പിന്നെ റെഡിയായി. തൃപ്പൂണിത്തുറ. ആദ്യമായിട്ടാണ് വരുന്നത്? അതെ. റെഡിയായി അപ്പൊ ഉഷാറാണ്? അതെ. വലിയ പങ്കാളിത്തം തന്നെയാണ്, വലിയ ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. 5 കിലോമീറ്ററാണ് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് ആരംഭിച്ച് ആദ്യം ഹൈക്കോടതി ജംഗ്ഷൻ, അതിനുശേഷം ഹൈക്കോടതി ജംഗ്ഷൻ ചുറ്റി വീണ്ടും ഇവിടെ തന്നെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ തന്നെ എത്തുന്നത് പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ സ്പോട്ടിലും ഗതാഗത ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, വെള്ളമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2 ദിവസമായി നമ്മൾ ഇതിന് പിന്നാലെ തന്നെയായിരുന്നു. നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും അവസാന മിനുക്കുപണിയിലാണ് നമ്മൾ ഉള്ളത്. വലിയ ജനപങ്കാളിത്തം, ഏകദേശം ഒരു 5 മണി തൊട്ട് തന്നെ വലിയ ജനപങ്കാളിത്തം തന്നെയാണ്. നിരവധി ആളുകൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കും. അതിനുശേഷം ഏകദേശം 9 മണിയോടെ നമ്മുടെ ഓട്ടം ആരംഭിക്കും. 9 മണിക്കാണ് ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് നടക്കുക. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത്. ലിഡിയ പറഞ്ഞതുപോലെ വലിയ വനിതാ പങ്കാളിത്തം റണ്ണിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ആൻമേരിയോട് ചേരുന്നു. ആൻ, നമ്മൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്നതാണ്. പിന്നീട് എന്താണ് നമ്മുടെ റൂട്ട്? ഏതൊക്കെയാണ് കാറ്റഗറികൾ? അതുകൂടി. 9:15 ഇവിടെ ഫ്ലാഗ് ഓഫ് ആരംഭിക്കും. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ഐശ്വര്യ ലക്ഷ്മി, അതിഥി രവി, 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ എന്നിവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് പിന്നീട് യൂട്ടേൺ എടുത്ത് തിരികെ ദർബാർ ഹാളിലേക്ക്. ഇങ്ങനെയാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ റൂട്ടിലും അതിനനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. 2 കാറ്റഗറി ആയിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതായത് പിങ്ക് മിഡ്നൈറ്റ് റൺ ആരംഭിക്കുന്ന 2 കാറ്റഗറി. അത് 15 to 30, 30-ന് മുകളിലേക്ക് ഈ രീതിയിലാണ് കാറ്റഗറി തീരുമാനിച്ചിരിക്കുന്നതും. 2 വിഭാഗങ്ങളിലായിട്ടും ഈ 2 വിഭാഗങ്ങളിലായിട്ട് പങ്കെടുക്കുന്ന ആളുകളിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രജിൻ, ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് 1, 2, 3 സമ്മാനങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന ആളുകളല്ല ഇവിടെയുള്ളത്. അവസാനവട്ട മിനുക്കുപണികളിലാണ് 24ന്റെ അംഗങ്ങളെല്ലാവരും അവസാനവട്ട ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ വരുന്നത്. ഇതിന്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ ഭയക്കുന്ന സ്ത്രീകൾക്ക് ആ ഒരു ഭയമില്ലാതെ ഈ രാത്രി ഞങ്ങൾക്ക് കൂടിയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് 9:15 ഈ ഒരു കൊച്ചി നഗരം മുഴുവൻ ഒരു പിങ്ക് നിറത്തിലേക്ക് മാറുകയാണ്. പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് ആരംഭം കുറിക്കുകയാണ്. പക്ഷേ എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. ഇനി നമ്മുടെ പ്രധാന പരിപാടികളിലേക്ക് കടന്നാൽ മാത്രം മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.